ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2090. ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതി 263-ാമത്തെ ദിവസത്തിലെത്തി. അല്ലേലും അങ്ങനെയാണ്. ഉടയവൻ നമ്മുടെ കൈക്കുമ്പിളിൽ വെച്ചു തന്ന പൊന്നാണയത്തെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതിന്റെ ഭംഗിയൊന്നും ആസ്വദിച്ചിട്ടില്ല. അതിനെ ഒന്ന് സ്നേഹപൂർവ്വം, കരുണയോടെ, ആദരവോടെ, കൃതജ്ഞതയോടെ നോക്കിയിട്ടില്ല. വിലപിക്കുന്നത് മുഴുവൻ കിട്ടാത്തതിനെ കുറിച്ചാണ്, കുറഞ്ഞുപോയതിനെ കുറിച്ചാണ്. കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ, കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം ആകുമായിരുന്നു, എന്തുമാത്രം ആക്കാമായിരുന്നു. എന്താണ് ഉള്ളതിൽ നമുക്കൊരു തൃപ്തി കണ്ടെത്താനായിട്ട് പറ്റാതെ പോകുന്നത്? ആ ഒരു പഠനം നമ്മളിലേക്ക് എത്താതെ പോകുന്നത്. കരടിക്ക് എത്ര തിന്നാലും മതി വരില്ല. രാവിലെ തെളിഞ്ഞ ആകാശം കണ്ടപ്പോൾ മീൻ പിടിക്കാൻ പോകാമെന്ന് കരടി തീരുമാനിച്ചു. വലിയ മീൻ പിടിക്കണം, അതായിരുന്നു ആഗ്രഹം. ആദ്യം പിടികൂടിയ മീൻ ചെറുതായിരുന്നത് കൊണ്ട് വിട്ടുകളഞ്ഞു. രണ്ടാമതും മൂന്നാമതും അങ്ങനെ തന്നെ സംഭവിച്ചു. വൈകുന്നേരത്തിന് മുമ്പ് 100ഓളം മീനുകളെ കിട്ടിയെങ്കിലും അവയ്ക്കൊന്നും പ്രതീക്ഷിച്ചതിനനുസരിച്ച് വലിപ്പമില്ലാതിരുന്നതുകൊണ്ട് ആ നദിയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞായിരുന്നു. വിശന്നു വല്ലാതെ വലയുന്നില്ല. താൻ വിട്ടുകളഞ്ഞ ചെറിയ മീനുകളെക്കുറിച്ച് കരടി ഓർക്കുകയാണ്. വലുതിനു വേണ്ടി കാത്തിരിക്കാതെ കിട്ടിയ ചെറുമീനുകളെ കഴിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം വിശക്കത്തില്ലായിരുന്നു. ഇത് ഏതാണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പരിഹാസ രൂപത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എത്ര ചെറുതാണെങ്കിലും അത് ഒന്നുമില്ലാത്തതിനേക്കാൾ എത്ര ഭേദമാണ്. പ്രതീക്ഷിച്ചത്രയും ലഭിച്ചിട്ടില്ല, ഉദ്ദേശിച്ചതുപോലെ ആയിത്തീർന്നിട്ടുമില്ല. ശരിയാണ്, നമ്മളിലെ പല പരാതികളും ന്യായവുമാണ്. എന്നാലും ചില കാര്യങ്ങളൊന്നും ഓർക്കുന്നത് നല്ലതല്ലേ? ഒരു പ്രതീക്ഷയുമില്ലാതെ എന്നും രാവിലെ ഉണരുന്നവരുണ്ട്, അല്ലേ? ആഗ്രഹിച്ചതിന്റെ വിപരീത ദിശയിൽ മാത്രം നിരങ്ങി നീങ്ങി രാത്രി ഉറങ്ങാൻ പോകുന്നവരുമുണ്ട്. നമ്മളിങ്ങനെ നിരാശ കൊണ്ട് അടിത്തറയും മേൽക്കൂരയും പണിയുന്നു. ആശകൾക്ക് അതിരോ അവസാനമോ വരത്തുമില്ല. ആശിച്ച കാര്യം നേടുമ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ലഭിച്ചതിനെ കുറെ കൂടി തിരിച്ചറിയാനായിട്ട് കണ്ണുകൾക്ക് തെളിമയുണ്ടാവട്ടെ. കിട്ടാത്തതിനെയല്ല, കിട്ടിയതിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. അതെ, യജമാനൻ ദൂരസ്ഥലത്തേക്ക് പോയപ്പോൾ തന്റെ ദാസന്മാരെയൊക്കെ വിളിച്ച് അവരുടെ കയ്യിലേക്ക് ചിലത് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ അവനവന് കിട്ടിയ നാണയത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. അത് വിനിമയം ചെയ്ത് വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കാം. യേശു പറഞ്ഞ മനോഹരമായ ആ കഥ എന്റെ ജീവിതത്തിന് പാകമായി വരുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.